ഹലോ, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിവർ വരട്ടിയത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ലിവർ നന്നായിട്ട് കഴുകി ഫ്രഷാക്കി എടുത്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. പിന്നീട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉലുവ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടിക്കാത്തത്, ലേശം മീറ്റ് മസാല, ഗരം മസാല 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണ ലേശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലകളും എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഞാനതൊരു കുക്കറിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിലടിച്ചാൽ മതിയാകും നമ്മുടെ ലിവർ വേവാനായിട്ട്. അപ്പോൾ 2 വിസിലടിച്ച പാട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്ത് ആ നീരൊക്കെ പോയതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലിവർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിത് മതി, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി അത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അടിപൊളിയായിട്ടുള്ള ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.